നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 321 321. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനീ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 321. കഴിഞ്ഞ എപ്പിസോഡിൽ അബ്രപ്റ്റായിട്ട് നിർത്തേണ്ടി വന്നു. 10-17 മിനിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തൃതീയ സ്കന്ധത്തിലെ 32-ാമത്തെ അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകം ഞാൻ വായിച്ചു. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞു. യയിദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷ സകൃത് യോ വ അഭിദത്തേ മശ്ചിത്ത സഹേ ഇതി പദവീം ചമേ എന്നാണ് ശ്ലോകം. അപ്പോൾ അതിന് വാക്കാർത്ഥം പറഞ്ഞത്, യാതൊരു പുരുഷൻ ശ്രദ്ധയോടുകൂടെ ഇതിനെ ഒരിക്കൽ കേൾക്കുമോ, യാതൊരുത്തൻ എന്നിൽ വച്ചിരിക്കുന്ന ചിത്തത്തോടു കൂടിയവനായിട്ട് ഒരിക്കൽ പറയുന്നുവോ, അവനും എൻ്റെ പദവിയെ പ്രാപിക്കും നിശ്ചയം എന്ന് പറഞ്ഞു. ഇനി അതിൽ 2 വരി ഭാവാർത്ഥം പറയാൻ ബാക്കിയുണ്ട്. അതെന്താ? ഹേ അംബ, ഹേ മാതാവേ, യാതൊരുവൻ എന്നിൽ ഉറപ്പിച്ചിരിക്കുന്ന മനസ്സോടും ശ്രദ്ധയോടും കൂടെ ഇതിനെ ഒരിക്കൽ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നുവോ, അവൻ എൻ്റെ പദവിയെ പ്രാപിക്കുന്നു നിശ്ചയം. അതായത് വൈകുണ്ഠം പ്രാപിക്കുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. എത്രയോ ആചാര്യന്മാർ ഈ 22-ാം ഈ തൃതീയ സ്കന്ധത്തിലെ 32-ാം അധ്യായം വായിച്ചിട്ടുണ്ട്. എത്രയോ പൗരാണികർ വായിച്ചിട്ടുണ്ട്. എത്രയോ സജ്ജനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്മാർ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. കാരണം എന്താ? ഇത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ്, അല്ലാതെ കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സംശയം വേണ്ട, അവിടെ എത്തുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ മോക്ഷസർഗ നിരൂപണ പ്രകരണേ സ്വാത്വികഗതി നിരൂപണം നാമ 32 അധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉടനെ നമ്മൾക്ക് 33-ാം അധ്യായത്തിലേക്ക് പോവുക. ഈ 33-ാം അധ്യായത്തോടു കൂടി തൃതീയ സ്കന്ധം കഴിയും. ഈ പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ അതിവിശേഷമായിട്ടുള്ള 8 വോള്യം ഉള്ള ഈ ആഖ്യാന ഗ്രന്ഥങ്ങളിൽ 2-ാമത്തെ വോള്യം കഴിയും. അത് കഴിഞ്ഞാൽ 1-2 ദിവസം എടുക്കും. ഇന്നും നാളെയും കൂടി ആയാൽ ഇത് കഴിയാം. എൻ്റെ കയ്യിലല്ല, ഭഗവാനാണല്ലോ നിശ്ചയിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും 2-ാമത്തെ വോള്യം അവസാനത്തിലേക്ക് എത്തി നമ്മളെന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 33-ാം അധ്യായം ശ്ലോകം 1. മൈത്രേയ ഉവാച. മൈത്രേയർ പറയണു. ആരുടെ അടുത്ത്? വിദുരരുടെ അടുത്ത്. ഏവം നിശമ്യ കപിലസ്യ വജോ ജനിത്രീ സാ കർദമസ്യ ദയിതാ കില ദേവഹൂതി വിസ്രസ്ഥമോഹപടലാതം അഭിപ്രണമ്യ തുഷ്ടാവ തത്വവിഷയാങ്കിത സിദ്ധിഭൂമിം. ആ അവസാനത്തെ 4-ാമത്തെ വരിയുണ്ടല്ലോ, തുഷ്ടാവ യാദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്മേ 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 നമോ. ആ തുഷ്ടി തത്വവിഷയാങ്കിത സിദ്ധിഭൂമിയും. ഈ ഭൂമിയിലുള്ളവർക്ക് എങ്ങനെ കിട്ടണത്? തത്വവിഷയം, തത്വങ്ങളെ വിഷയമാക്കി സ്വീകരിക്കണം. എന്നിട്ട് അത് പഠിക്കണം. അത് പ്രയോഗശാസ്ത്രത്തിലെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കപിലോപദേശം വായിച്ചാൽ പോരാ. കപില മഹർഷി തൻ്റെ അമ്മയായിരിക്കുന്ന ദേവഹൂതിയോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കി പ്രവർത്തിക്കണം. എന്നാലാണ് ഈ പറഞ്ഞ തുഷ്ടി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ വാക്കാർത്ഥത്തിലേക്ക് പോവാം. കർദമൻ്റെ പ്രിയപത്നിയും കപിലൻ്റെ ജനനിയുമായ ദേവഹൂതി ഇപ്രകാരമുള്ള വാക്ക് കേട്ടിട്ട് നശിച്ചുപോയ മോഹമാകുന്ന ആവരണത്തോടു കൂടിയവളായിട്ട് എന്നാ. അത് ഈ ആവരണം നശിക്കണം. ഏതാ ഈ ആവരണം? ഈ ആവരണം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന ആവരണം. അജ്ഞാനം ആരെ ആവരണം ചെയ്തിട്ടുള്ളത്? ആത്മാവിനെ. അപ്പോൾ വിശേഷ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിൽ കൂടി ആത്മാവിൻ്റെ ഗതിവിഗതികളെപ്പറ്റി അല്ലെങ്കിൽ ആത്മാവിൻ്റെ സമ്പുഷ്ടതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ മോഹമാകുന്ന ആവരണത്തോടു കൂടിയവളായിട്ട് തത്വങ്ങളുടെ വിഷയങ്ങളെ അറിഞ്ഞിരിക്കുന്നവരുടെ ആശ്രയസ്ഥാനമായ ആ കപിലാചാര്യരെ നന്നായി നമസ്കരിച്ചിട്ട് സ്തുതിച്ചു. ഒരു ഉപദേശം കിട്ടിയാൽ ആ കിട്ടിയ ആളെ നാരായണ 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 എന്ന് പറഞ്ഞ് സ്തുതിക്കണം. കാരണം എന്താ? ആ പറഞ്ഞു തരുന്ന ആളുടെ ഉള്ളിലുള്ള നാരായണനാണ്. അതുകൊണ്ട് അയാളല്ല പറഞ്ഞത്, ശരീരമല്ല പറഞ്ഞത്. ആത്മാവ് എന്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതാണ് വാക്കിൻ്റെ രൂപത്തിൽ നാദബ്രഹ്മമായിട്ട് നമ്മൾ കേൾക്കുന്നത്. അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട്. 95 മുതൽക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 95 മുതൽക്ക് ഒരു ആദ്യത്തെ ഒരു 11 മാസം, പിന്നുണ്ടായ ഒരു 3.25 വർഷത്തെ അശ്രാന്ത പരിശ്രമമായിട്ട് എൻ്റെ സർവജ്ഞനായ ചെറുശ്ശേരിയിൽ ആർ കരുണാകരൻ പിള്ളയുടെ സ്നേഹമസൃണമായ പുത്ര വാത്സല്യത്തോടു കൂടിയ ഉപദേശങ്ങൾ തന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. കാരണം ആ വിശേഷപ്പെട്ട വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ത്വരിത കൊണ്ടാണ് ഇത് സാധിച്ചത്. ഇനി അത് മുകളിലോ പറയാം. ത്വരിത ഉണ്ടായി അതിൽ. അപ്പോൾ മൈത്രേയൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. കപിലാചാര്യോപദേശ ശ്രവണത്താൽ ജ്ഞാനം, ഭക്തി, വിരക്തി എന്നിവയുടെ പൂർത്തി നിമിത്തം ദേവഹൂതി മുക്തയായെന്ന് 33-ാം അധ്യായത്തിൽ മൈത്രേയൻ വിതുരരോട് ഉപദേശിക്കുന്നു. ഈശ്വരനും ഗുരുവും പ്രസാദിച്ചാൽ മാത്രമേ ശ്രവണാദികളുടെ ഫലം പ്രകാശിക്കുകയുള്ളൂ. ഈ ഒരു ശ്ലോകം ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലല്ല ഞാൻ പറഞ്ഞത്. അത്രയ്ക്കൊന്നും ബുദ്ധി എനിക്കില്ല. പക്ഷെ എന്നെക്കൊണ്ട് എൻ്റെ ഗുരുനാഥനെ സ്മരിപ്പിച്ചു. ആരെ? ഭഗവാൻ. എവിടെ നിന്ന്? എൻ്റെ ഉള്ളിലിരുന്നിട്ട് എൻ്റെ ആത്മീയ ചൈതന്യം എന്നെ ത്രസിപ്പിച്ചു. ഞാനത് എടുത്തു, ഞാൻ പറഞ്ഞു, അതിനെ സത്യമാക്കി തരികയാണ്. അവിടെയാണ് ഈ അനുഭൂതിയുടെ രസം വരുന്നത്. അപ്പോൾ അതിനാൽ ഈശ്വരനും ഗുരുവുമായി ഭാവിച്ചിരിക്കുന്ന കപില ഭഗവാനെ ദേവഹൂതി സ്തുതിച്ചുവെന്ന് കാണിക്കുന്നു. യോഗീശ്വരനായ കർദമൻ്റെ പ്രിയപത്നിയും ഭഗവാനായ കപിലരുടെ മാതാവുമായിരിക്കുന്ന ദേവഹൂതി ഇപ്രകാരമുള്ള ഉപദേശം ശ്രവിച്ച ഉടനെ ദേഹാത്മഭാവനയാകുന്ന സമ്മോഹത്തിൽ നിന്ന് മുക്തയായി. പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ ഈ മൂന്നിൻ്റെ വിഭാഗങ്ങളെ നന്നായി അറിയുന്ന ജ്ഞാനികളുടെ ആശ്രയമായിരിക്കുന്ന പരമഗുരുവായ കപിലരെ നമസ്കരിച്ചിട്ട് സ്വസ്ത്രം ചെയ്തു എന്നാണ് പറഞ്ഞത്. ദേവഹൂതിരുവാച ശ്ലോകം 2. അഥാ അഭിജോ അന്തഃസലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥ ആത്മമയം ബഭുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദധ്യോ സ്വയം യജ്ജഠരാബ്ജജാത. എൻ്റെ ജഠരത്തിൽ നിന്ന് സംഭവിച്ച അങ്ങ് എൻ്റെ മകനാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഗുരുവാണ്. ആരാ പറഞ്ഞത്? ദേവഹൂതി. യാതൊരുവൻ്റെ ജഠരത്തിൽ നിന്നുണ്ടായ താമരയിൽ ജനിച്ച, അതായത് ഇവിടെ ഇപ്പോൾ ഭഗവാനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലേ? ഭഗവാനെ പറ്റിയിട്ടല്ലോ. അതായത് മഹാവിഷ്ണു അനന്തശായിയായിരിക്കുന്ന ഭഗവാന്റെ താമരയിൽ നിന്ന്
താമരയാകുന്ന ഭൂമി എന്നാട്ടോ വിവക്ഷ, അല്ലാണ്ട് താമരയിലല്ല ബ്രഹ്മാവ് ഇരിക്കണത്. അത് നമുക്ക് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്. വെറുതെ ശ്ലോകം പറഞ്ഞു പോയാൽ തെറ്റ് വരും. അതിൻ്റെ ആഖ്യാനം വായിക്കണം. അപ്പോൾ യാതൊരുവിൻ്റെ ജഡരത്തിൽ നിന്നുണ്ടായ താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവും ജലമധ്യത്തിൽ ശയിക്കുന്നതും പ്രപഞ്ചത്തിൻ്റെ ആദികാരണവും ഗുണങ്ങളുടെ ഉത്ഭവത്തോടു കൂടിയതും ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ, ആത്മാക്കൾ എന്നിവയുടെ സ്വരൂപത്തിലിരിക്കുന്നതുമായ അങ്ങയുടെ ശരീരത്തെ ധ്യാനിച്ചു. അവിടെ ഭൂതേന്ദ്രിയാർത്ഥാത്മമയം, ആത്മാവ് എന്തിനൊക്കെ പ്രസരിപ്പിക്കണം? ജീവജാലങ്ങളൊക്കെ, ഇന്ദ്രിയങ്ങളെ, അർത്ഥങ്ങളെ, ശരിക്കുള്ള അർത്ഥങ്ങൾ, ആത്മാക്കൾ എന്നിവയുടെ സ്വരൂപത്തിലിരിക്കുന്നതുമായ അങ്ങയുടെ ശരീരത്തെ ധ്യാനിച്ചു എന്നാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇത് മുതൽ 7 ശ്ലോകം കൊണ്ട് ദേവഹൂതി ചെയ്യുന്ന സ്തുതിവചനമാകുന്നു. ബ്രഹ്മാവിനു കൂടി കാണാൻ സാധിക്കാത്തതായ ഈശ്വരരൂപത്തെ, ബ്രഹ്മാവ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് താമരനാളത്ത് കൂടെ പോയി അന്വേഷിച്ചു, കാണാൻ പറ്റിയില്ല. തപ 2 വാക്കുകൾ, 2 അക്ഷരങ്ങൾ 2 പ്രാവശ്യം കേട്ടുന്ന തപ, തപസ് ചെയ്യുന്ന. അപ്പോൾ കാണാൻ സാധിച്ചത് കൊണ്ടുള്ള സന്തോഷത്തെ ആദ്യമായി പ്രദർശിപ്പിക്കുന്നു. ഹേ ഭഗവൻ, സകല ലോകവും വിലയത്തെ പ്രാപിക്കുകയും നിന്തുരുവടി കാരണജലത്തിൽ ശയിക്കുകയും ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ നാഭിയിൽ നിന്നുദ്ഭവിച്ച താമരയിൽ നിന്നുണ്ടായ സാക്ഷാൽ ബ്രഹ്മദേവൻ കാരണജലത്തിൽ ശയിക്കുന്നതും സകല ലോകങ്ങളുടെ പരമകാരണവും സത്വാദി ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലിരിക്കുന്ന പ്രകൃതിയുടെ ആശ്രയവും പഞ്ചഭൂതങ്ങൾ, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, ശബ്ദാദികളായ സൂക്ഷ്മഭൂതങ്ങൾ, ജീവാത്മാക്കൾ ഇവയ്ക്കെല്ലാം ആധാരമായിരിക്കുന്നതുമായ നിന്തിരുവടിയുടെ സ്വരൂപത്തെ ധ്യാനിച്ചു. ബ്രഹ്മാവിനു കൂടെ സാക്ഷാത്തായിട്ട് കാണാൻ സാധിച്ചില്ല എന്ന് സാരം. അപ്പോൾ ബ്രഹ്മാവിനു കൂടി സാക്ഷാത്താവാത്ത കാര്യം ദേവഹൂതിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ആ ദേവഹൂതി ചെയ്ത തപസ്സിൻ്റെ വൈഭവം എന്ന് വേണം പറയാൻ, വേണ്ടേ? അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇത് വായിച്ച് അന്വയിക്കുമ്പോൾ, പരമാത്മാനന്ദഭൂതി അനുഭവിക്കുമ്പോൾ, സത്യത്തിൽ ബ്രഹ്മാവിന് കൂടി സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവണു എന്നുള്ളതല്ലേ സത്യം, അല്ലേ? അത് ആരുടെ ചമൽക്കാരാ? അവരവരുടെ ഹൃദയാന്തരത്തിൽ ഇരിക്കുന്ന, അന്തസ്ഥനായിരിക്കുന്ന, കൂടസ്ഥനായിരിക്കുന്ന, സർവജീവ ഗുഹാശയനായിരിക്കുന്ന ഭഗവത് ചൈതന്യത്തിൻ്റെ അന്തസ്സാണ്. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ്, അതായത് 9-ാം തീയതി ഗുരുവായൂർ പോയിരുന്നു. ഒരു വിവാഹം, 2 കൊല്ലത്തിന് ശേഷം ഞാൻ പോണത്. വെറുതെ ഗുരുവായൂർ ദേവസ്വം ഓഫീസ് കയറി ശ്രീകൃഷ്ണ കഥാമൃതം ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ഒരു പുസ്തകം കേട്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പറഞ്ഞു ശ്രീകൃഷ്ണ കർണാമൃതമാണോ എന്ന് 2 പ്രാവശ്യം ചോദിച്ചു അദ്ദേഹം. അല്ല എന്ന് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഇപ്പോൾ 800 ചില്ലാൻ എപ്പിസോഡ് പറഞ്ഞ ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രന്ഥത്തിനെ പറ്റിയിട്ട് അവർക്കറിയില്ല. അതായത് അപ്പോൾ അവിടെ മാനേജ് ചെയ്യുന്ന ആൾക്കറിയില്ല എന്നർത്ഥം. ഉണ്ടാവാം, ഉണ്ടാവാതെ ഇരിക്കാം, അണ്ടർ പ്രിൻ്റ് ആണോ ചോദിച്ചു, അറിയില്ല, അത്രയേ ഉള്ളൂ. അതാണ് പറയാൻ കാരണം. എന്നാൽ ഈ ആഖ്യാന പുസ്തകം 8 വോളിയുള്ളത് ഇപ്പം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ വാങ്ങാം. 1500 രൂപയേ ഉള്ളൂ, 8 വോളിയം. 2-3 കോടി രൂപയുടെ ഫ്ലാറ്റ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടല്ലോ. 1500 രൂപയ്ക്ക് ഭഗവത സംഗ്രഹം വാങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? താല്പര്യമുള്ളവർക്ക് വാങ്ങാം, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഇനി നമ്മൾക്ക് 3-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. സ ഏവ വിശ്വസ്യ ഭവാൻ വിദഗ്ധേ ഗുണപ്രവാഹേണ വിഭക്തവീര്യാം സർഗാദ്യനീഹോ അവിധതാഭിസന്ധീർ ആത്മേശ്വരോ അതർക്യ സഹസ്രശക്തി. ഗുണങ്ങളുടെ പ്രവാഹത്താൽ, പ്രകൃതി ഗുണങ്ങളുടെ പ്രവാഹത്താൽ വിഭാഗിക്കപ്പെട്ട വീര്യത്തോടു കൂടിയവനും സഫലമായ സങ്കല്പത്തോടു കൂടിയവനും, സങ്കല്പം സഫലമായ രക്ഷപ്പെട്ടു,
സഫലമായില്ലെങ്കിൽ പോരാ, ശ്രമിച്ചത് പോരാ എന്നായി. ജീവാത്മാക്കളുടെ ഈശ്വരനും, ജീവാത്മാക്കൾ എന്നാ പറയുക അല്ലേ, ആത്മാവ് തന്നെയാണ് ജീവൻ തന്നെയാണ് ആത്മാവ്. ജീവാത്മാക്കളുടെ ഈശ്വരനും ഊഹിപ്പാൻ പോലും അശക്യമായിരിക്കുന്ന അനേക ശക്തിയോട് കൂടിയവനും. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവിൻ്റെ ശക്തി എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഊഹിപ്പാൻ പോലും അശക്യമായിരിക്കുന്ന അനേക ശക്തിയോട് കൂടിയവനും. ഇപ്പോൾ എൻ്റെ അഭിവന്യ പിതാവ് ശ്രീ രംഗയ്യർ മരിച്ചിട്ടിപ്പോൾ 51 വർഷമായി. അദ്ദേഹം കൂടി ധരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മകൻ ഒരു ഭാഗവതാചാര്യനാവുന്നു. എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ 2010 മരിച്ചത്. അവർക്ക് കുറേശ്ശെ മനസ്സിലായിട്ടുണ്ട് ഇവനെന്തോ തലയ്ക്ക് സുഖമില്ലാതെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ജന്മം തന്നവർക്ക് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. ഊഹിപ്പാൻ പോലും, സാധാരണക്കാർക്ക് കൂടി ഊഹിപ്പാൻ പോലും അശക്യമായിരിക്കുന്ന അനേക ശക്തിയോട് കൂടിയിട്ടുള്ളവരാണ് നമ്മുടെ ആത്മാവ്. നിഷ്ക്രിയനുമായ എന്നാൽ ഭഗവാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? ആത്മാവ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല, ആത്മാവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിഷ്ക്രിയനുമായ, ക്രിയ ചെയ്യാത്തവനർത്ഥം, ആ ഭവാൻ തന്നെ ലോകത്തിൻ്റെ സൃഷ്ടിയാദി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഭൂതങ്ങളുടെ ആദിഭൂതൻ എന്ന് പറഞ്ഞതിന് കാരണം കാണിക്കുന്നു. യാതൊരുവൻ്റെ ഉദരത്തിൽ യുഗാന്തരത്തിൽ ലോകം ലയിച്ചിരുന്നുവോ ആ നിന്തിരുവടി ഏകൻ തന്നെ എന്നു കാണപ്പെടുന്ന സർവത്തെയും സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്ന പരമേശ്വരനാകുന്നു. സത്വാദി ഗുണങ്ങളുടെ പ്രവാഹം നിമിത്തം സൃഷ്ടിപ്പാനും സംഹരിപ്പാനുമുള്ള ശക്തിയെ അങ്ങ് വേർതിരിച്ചിരിക്കുന്നു. നിന്തിരുവടിയുടെ സങ്കല്പത്താൽ സർവവും നടക്കുന്നതല്ലാതെ ആവക കർമ്മങ്ങളിൽ ഭവാൻ ഏർപ്പെട്ടിരിക്കുന്നതുമില്ല. വെടിമരുന്നിന് കതിനക്കുറ്റിയുടെ ഒരു ഹോളുണ്ട്, അതിലാണ് വെടിമരുന്ന് ഇടുക. അപ്പോൾ തീ കത്തിക്കയറുന്നത് കൂടെയാണ്. അപ്പോൾ അതിൽ നിറച്ച ഇന്ധനം വെടിമരുന്ന് കല്ലിൻ്റെ ചീളിട്ടിട്ട്, ചെങ്കല്ലിൻ്റെ ചീളിട്ടിട്ട് അടിച്ചമർത്തിയിട്ടുണ്ടാവും. അതിനാണ് മേൽപോട്ട് തെറിപ്പിക്കുന്നത്. അതാണ് റൗണ്ടായിട്ട് ഇങ്ങനെ പുക പോണ് കാണും. പെട്ടിത്തുളയിൽ കൂടെ വരില്ല, കാരണം പെട്ടിത്തുള ഈ 1 ഇഞ്ച് കനത്തിലാണ് ഈ ഉരുക്കിയിട്ടാണ് കതിന വെടിയുടെ അതുണ്ടാക്കണത്. അതിൻ്റെ സ്ഥൂലദേഹം കതിനക്കുറ്റി എന്നാണ് പറയുക, കതിനക്കുറ്റിയുടെ. അപ്പോൾ പറയുന്നു, അങ്ങയുടെ സങ്കല്പം പ്രവേശിച്ചിട്ട് സൃഷ്ടിയാദി വ്യാപാരത്താൽ ഊഹിപ്പാൻ പോലും കഴിയാത്ത അനന്തശക്തി നിന്തിരുവടിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 4. സത്വം ഭൃതോ മേ ജഡരേണ നാഥ കഥം നു യസ്യോദരയേദാസീത് വിശ്വം യുഗാന്തേ വടപത്രയേക സേതേ സ്മ മായാ ശിശുരംഗ്രിപാന. തൻ്റെ വലതുകാലിൻ്റെ പെരുവരിൽ 2 കൈയോടും കൂട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ വടപത്രത്തിൽ ശയിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ അല്ലേ, അതാണ് പറഞ്ഞത്. യുഗാവസാനത്തിൽ ഈ ലോകം യാതൊരുവൻ്റെ ഉദരത്തിൽ ഇരുന്നുവോ ബാലമൂർത്തിയും, ആ മൂർത്തി ഈ ആലിൻ്റെ ഇലയിൽ ശയിച്ചിരുന്ന ഉണ്ണിയേതാ മായാബാലനാണ്. മൈത്രേയ അല്ലേ. അപ്പോൾ ബാലമൂർത്തിയും പാദാങ്കുഷ്ടത്തെ പാനം ചെയ്യുന്നവനുമായ ഒരുവനായിട്ട് ആലിലയിൽ ശയിക്കുകയും ചെയ്തുവോ ഹേ ഈശ്വര, ആ നിന്തിരുവടി എൻ്റെ ജഠരത്താൽ എങ്ങനെ ഭരിക്കപ്പെട്ടു? കാരണം ഈ കപില മഹർഷി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. കപിലാവതാരം എന്നാണ് പറയുക. നിങ്ങൾക്ക് മകനായിട്ട് ഞാൻ തന്നെ പറഞ്ഞോളാം എന്നാണ് ദേവഹൂതിയോടും അല്ലേ പറഞ്ഞിട്ടുള്ളത്.
ഇതാണ് സ്മരിക്കേണ്ട അവസ്ഥ. ഹേ നാഥ, യുഗാന്തത്തിൽ ഈ ലോകം ആരുടെ ജഠരത്തിൽ അടങ്ങിയിരിക്കുന്നുവോ ആ നിന്തിരുവടി മായാവിലാസത്താൽ ഒരു ശിശുരൂപത്തെ ധരിച്ച് ബാലന്മാരുടെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ കുട്ടികളും കാല് പിടിച്ച് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടികൾ അല്ലേ വലുതായിട്ട് നമ്മളായിട്ടുള്ളത്? ഈ പറയുന്നത് ഞാനും കുടിച്ചിട്ടുണ്ടാവും, ഇത് കേൾക്കുന്ന നിങ്ങളും കുടിപ്പിച്ചിട്ടുണ്ടാവും. അത് ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ല, എല്ലാവരും കുടിക്കും. അപ്പോൾ എല്ലാവരും ആരാ? ഈശ്വര. അപ്പം അഹം ബ്രഹ്മാസ്മി തത്വമസിയൊക്കെ ശരിയല്ലേ? ഇത് വായിക്കാതെ കണ്ടിരിക്കണേന്ന് ഞാൻ ഒരാൾ വിചാരിച്ച നിവൃത്തിയില്ലല്ലോ. ഏതാനും കുറച്ച് ആൾക്കാർക്ക് വായിക്കാനും കേൾപ്പിക്കാനും സാധിക്കാമെന്ന് പറഞ്ഞതൊരു ഹ്യൂമൻ സർവീസാണ്. അതിന് ഭഗവാൻ എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് സാധിച്ചത് അല്ലേ. അപ്പോൾ എൻ്റെ പിതൃത്വത്തിന്, എൻ്റെ പിതാവിന് അല്ലേ, പിതാവ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബീജത്തു കൂടെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ, അപ്പോൾ എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, പാദാങ്കുഷ്ടത്തെ പാനം ചെയ്തുകൊണ്ട് പടപത്രത്തിൽ ശയിച്ചുവല്ലോ, അപ്രകാരമുള്ള ഭവാൻ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ ശയിച്ചത്? അവിടുത്തെ ഓരോ ചേഷ്ടയുടെയും മാഹാത്മ്യത്തെയും അതിശയത്തെയും വർണ്ണിപ്പാൻ അസാധ്യം. ഇപ്പോൾ ദേവഹൂതി എന്തു പറയുന്നു അതന്നെയല്ലേ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളൂ. അതാണ് സത്യം. പക്ഷേ ഇത് ആരാ പറഞ്ഞത്? മൈത്രേയ മഹർഷിയാണ് ഈ സംഭാഷണം നയിക്കുന്നത്. 5-ാമത്തെ ശ്ലോകം. ത്വം ദേഹതന്ത്ര പ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ യഥാവതാരാസ്തവ സൂകരാദയ തഥായമപ്യാത്മപഥോ ബലദയേ. പാപികളുടെ നാശത്തിനും ആജ്ഞയെ അനുസരിക്കുന്നവരുടെ അഭിവൃദ്ധിക്കുമായി കൊണ്ട് നിന്തുരുവഴി സ്വതേ ദേഹത്തെ ധരിക്കുന്നു. സൂകരം ആദിയായ, അതായത് സൂകരം എന്ന് പറഞ്ഞാൽ പന്നി, ആദിയായ വരാഹം, അങ്ങയുടെ അവതാരങ്ങൾ ഏതുവിധമോ അപ്രകാരമുള്ള ഇതും ആത്മമാർഗത്തെ അറിയിപ്പാനായി കൊണ്ട് ഭവിക്കുന്നു. അപ്പോൾ ഈ കപില മഹർഷിയായിട്ട് ഇദ്ദേഹം അവതാരം ചെയ്യുന്നതിനാണ് നമ്മളെപ്പോലെയുള്ള ജീവാത്മാക്കൾക്ക് ശ്രേയസ് ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹേ വിഭോ, പ്രഭു എന്നർത്ഥമായി, ഞാൻ അങ്ങയെ ഗർഭത്തിൽ ധരിച്ചതല്ല. നിന്തിരുവടി സ്വേച്ഛയാ ദേഹത്തെ ധരിക്കുന്നത് സാധാരണമാകുന്നുവല്ലോ അല്ലേ. ഗർഭസ്ഥനായ എല്ലാ കുട്ടികളും മിടുക്കന്മാരാവണില്ലല്ലോ. കാരണം എന്താ? ആ ജീവാത്മാവ് പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള സുഖദുഃഖത്തിൻ്റെ വ്യത്യാസമാണത്, പുണ്യപാപങ്ങളുടെ വ്യത്യാസമാണത്. ലോകത്തെ ഉപദ്രവിക്കുന്ന പാപികളെ സംഹരിപ്പാനും അങ്ങയുടെ ആജ്ഞയായ വേദമാർഗത്തെ അനുസരിച്ച് നടക്കുന്ന സജ്ജനങ്ങളെ അനുഗ്രഹിച്ച്, ഈ ഒരു സെൻറ്റൻസ് വിടാൻ പാടില്ല. പാപികളെ ശിക്ഷിക്കുക, വേദമാർഗത്തിൽ, വേദം എന്നുള്ളത് തിരിച്ചിട്ട് എന്തായി? ദേവമാർഗമായി. ഭഗവാൻ പറഞ്ഞ മാർഗമാണത്. ഭഗവാന്റെ ശ്വാസനിശ്വാസമാണ് വേദങ്ങൾ. അതറിയാണ്ട് പോകുന്നത് മോശമാണ്. പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ വേദമയാണ്. അപ്പോൾ സജ്ജനങ്ങളെ അനുഗ്രഹിച്ച് അവർക്ക് ഐശ്വര്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാനും വേണ്ടി സൂകരാദികളായ അവതാര രൂപങ്ങളെ അംഗീകരിച്ചതുപോലെ ആത്മസ്വരൂപത്തെ അറിവാൻ ഉപകരിക്കുന്ന മാർഗത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ അവതാരത്തെയും അങ്ങ് സ്വീകരിച്ചുവല്ലോ. സപ്താഹത്തിൽ ഈ കപില മഹർഷീനൊക്കെ അത് പറയുന്നല്ലാണ്ട് ഇത്ര ഭംഗിയായിട്ട് പോവില്ല, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമില്ല. അതിനാണ് നമ്മൾ സ്വാധ്യായം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുക അല്ലേ? അതുകൊണ്ടാണ് 6-ാമത്തെ ശ്ലോകം. എന്നാമധേയ ശ്രവണാനു കീർത്തനാത്
യൽ പ്രഹ്വണാത് യൽ സ്മരണാദപി ക്വചിത് ശാദോ അഭി സദ്യ സവനായ കൽപ്പതേ കുത പുനസ്തേ ഭഗവന്നു ദർശനാത്. യാതൊരുവൻ്റെ നാമധേയത്തെ കേൾക്കുക, കീർത്തിക്കുക എന്നിവ ഹേതുവായിട്ടും, ഈ കീർത്തിക്കൽ നമ്മൾ തന്നെ ചെയ്യണേ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ അതെ ഹരേ, അത് നരൻ്റെ യാതനകളെ ഹരിക്കുന്നവൻ എന്നാണ്. അതാണ് ഈ പദ്യം ചെല്ലാൻ ഞാനും പഠിച്ചിട്ടില്ല. ചെല്ലി നോക്കും ഞാൻ, പറ്റിച്ചാൽ പറ്റിയില്ലെങ്കിൽ വേണ്ട അല്ലേ. ഒന്ന് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ധാരാളമായി. അപ്പോൾ കീർത്തിക്കുക എന്നിവ ഹേതുവായിട്ടും കാരണമായിട്ടും, യാതൊരുവൻ്റെ നമസ്കാരം ഹേതുവായിട്ടും, എപ്പോഴെങ്കിലും യാതൊരുവൻ്റെ സ്മരണം ഹേതുവായിട്ടും, ചണ്ടാളനും ഉടനെ പൂജയ്ക്കായിക്കൊണ്ട് യോഗ്യനാകുന്നു. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ചണ്ടാളനാണെങ്കിൽ കൂടി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് പറച്ചുവിറ്റ പാക്കനാരുടെ കാര്യം കഥ പറയുന്നത്. അല്ലയോ ഭഗവാനായുള്ളവനെ, അങ്ങയുടെ ദർശനം ഹേതുവായിട്ട് പിന്നെ പറയണമോ? സ്വന്തം മകനെ പറ്റിയിട്ടാണ് പറഞ്ഞതേ. അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ഹേ ഭഗവൻ, എപ്പോഴെങ്കിലും ഒരിക്കൽ യാതൊരുവൻ്റെ നാമധേയത്തെ കീർത്തിക്കുകയോ ശ്രവിക്കുകയോ സ്വരൂപത്തെ സങ്കല്പിച്ച് നമസ്കരിക്കുകയോ മനസ്സാ സ്മരിക്കുകയോ ചെയ്യുന്ന ചണ്ടാളൻ കൂടി തൽക്ഷണം പൂജ്യനായി ഭവിക്കുന്നുവോ? തൽക്ഷണം ആ നിന്തിരുവടിയുടെ ആനന്ദസ്വരൂപത്തെ സാക്ഷാത്തായി ദർശിച്ച ഞാൻ പരിശുദ്ധയും കൃതാർത്ഥയുമായി ഭവിച്ചിരിക്കുന്നുവെന്ന് പറയണമോ? ഭക്തിയുടെ പരമകാഷ്ഠയെ പ്രകാശിപ്പിച്ചു, തുറന്ന് അടിച്ചു കൊടുത്തു. 7ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. അഹോ ബദശപശപജോ അതോ ഗരീയാൻ. ശപചൻ എന്ന് പറഞ്ഞ ചണ്ടാളെന്നർത്ഥം. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ വാക്കുകളൊക്കെ മനസ്സിൽ നിൽക്കും, അത്രയേ ഉള്ളൂ. യജ്ജിഹ്വാഗ്രേ, ഏതൊരാളുടെ നാവിൻ്റെ അറ്റത്ത് ഈ നാരായണ എന്നുള്ള 4 അക്ഷരം വരുന്നു, അവന് രക്ഷപ്പെട്ടു എന്നാണ്. വർത്തതേ നാമതുഭ്യം തേ പുതസ്തപസ്തേ ജുഹു സസ്നുരാര്യ ബ്രഹ്മാനുചോർനാമ ഗൃണന്തിയേതേ. യാതൊരുവിൻ്റെ ജുഹ്വാഹരത്തിൽ, നാവിൻ്റെ തുമ്പത്ത് നിന്തിരുവടിയുടെ നാമധേയം വർത്തിക്കുന്നുവോ? ചണ്ടാളൻ ഇവനേക്കാൾ പൂജ്യൻ. അവർ തപസ്സാചരിച്ച് ഹോമം ചെയ്ത് സ്നാനം ചെയ്തു, വേദം അധ്യയനം ചെയ്തു. യാതൊരുവൻ നിന്തിരുവടിയുടെ നാമത്തെ ഉച്ചരിക്കുന്നുവോ അവൻ ശ്രേഷ്ഠന്മാർ. അതായത് ഹോമം ചെയ്യുന്നതിനേക്കാൾ കേമാണത്രേ സ്മരിക്കുക, ഉച്ചരിക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. ഹേ ഭഗവൻ, നിന്തിരുവടിയെ ഭജിക്കാതിരിക്കുന്ന ബ്രാഹ്മണാദികളെക്കാൾ, ഇത് കേട്ടാൽ പൂണൂലുള്ളവർ തല്ലാൻ വരും നമ്മളേനെ. അവർ ചിലപ്പോൾ ഇത് കത്തിക്കുകയും ചെയ്യും. കാരണം എന്താ? ഹേ ഭഗവൻ, നിന്തിരുവടിയെ ഭജിക്കാതിരിക്കുന്ന ബ്രാഹ്മണാദി, അതായത് സംസർഗദോഷം എന്ന് പറയും. ബ്രാഹ്മണ സ്ത്രീയുടെ മകനായി ബ്രാഹ്മണനായിട്ട് പൂണൂല് ഇട്ടിട്ട് നാമം ജപിക്കാതെ കണ്ടിരിക്കുന്ന ആൾക്കാർ, ഭജിക്കാതെ കണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലേ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, ഉപ്പും മുളകും തിന്നുന്ന നാവല്ലേ, കുറച്ച് ചാരായം കുടിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ധാരാളമുണ്ട്. അല്ലെങ്കിൽ ഈ പൊരി വെയിലത്ത് പിന്നെ എന്താണ് പറയുക, തടുമ്പും പിടിച്ചിരിക്കണ്ടേ, അപ്പോൾ അതിന് ചില ഊർജം വേണ്ടേ, അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ
ബ്രാഹ്മണാദികളെക്കാൾ നാമസങ്കീർത്തനം നിരന്തരം ചെയ്യുന്ന ചണ്ടാളൻ പൂജനാകുന്നു നാം. ഇതാണ് എനിക്ക് പലരോടും പറയാനുള്ളത്. ഞാൻ ഗുരുവമ്പലത്തിൽ ഇപ്പോൾ സ്ഥിരതാമസമായിട്ട് 14 കൊല്ലമായി. എൻ്റെ ഷഷ്ടിപ്തി പൂർത്തി ഇത് കേൾക്കുന്ന ഒരാൾ അതിന് വിറ്റ്നസ്സാണ്. എന്നിട്ട് ഇവിടെ കഴിഞ്ഞ കൊല്ലം മുതൽ ഇതിപ്പോൾ ഇക്കൊല്ലം ഇപ്പോൾ ഇന്ന് സപ്താഹം അവസാനിച്ചു. ഒരു ബന്ധുവില്ല. കാരണം എന്താ, അവർ വലിയ ആൾക്കാരാണ്, പൂണൂലുള്ള ആൾക്കാരാണ്. നമുക്ക് പൂണൂലില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം ആരെ കണ്ടു നടിക്കാം, ആരെ കണ്ടില്ല എന്ന് നടിക്കാം എന്ന് അവർ അറിയണ്ടേ. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ നാമസങ്കീർത്തന രൂപമായ മഹാജപയജ്ഞം മറ്റുള്ള സകല യജ്ഞങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു. യാവരുത്തൻ നിരന്തരം നിന്തിരുവടിയുടെ നാമത്തെ ഉച്ചരിക്കുന്നുവോ അവൻ തന്നെ ആര്യന്മാർ. അവർ തപസ്സു ചെയ്തവരും തീർത്ഥസ്നാനം ചെയ്തവരും ഹോമങ്ങളെ അനുഷ്ഠിച്ചവരും വേദം പഠിച്ചവരും പഠിപ്പിച്ചവരുമാകുന്നു. അവർ ജന്മാന്തരങ്ങളിൽ ആചരിച്ച ആവക സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നാമസങ്കീർത്തന രൂപമായ ജപയജ്ഞത്തിൽ മനസ്സുറച്ചു വരുന്നത്. അത്ര മഹിമയുള്ള അങ്ങയുടെ കീർത്തിയെ ഞാൻ കീർത്തിപ്പാൻ ശക്തയാകുന്നതെങ്ങനെ? യജ്ഞാനാം ജപയജ്ഞോസ്മി. എല്ലാ യജ്ഞങ്ങളും വെച്ച് നാമജപയജ്ഞാണ് വലുത്. അപ്പോൾ 1500 ആളിൽ നിന്ന് 100 രൂപ പ്രകാരം ഒരു ഹോമത്തിന് കാശ് വാങ്ങിയാൽ 1.5 ലക്ഷം രൂപയായി. പക്ഷേ ഈ 100 ആൾക്കാരും നാമം ചൊല്ലിയാൽ മാത്രമേ അവർക്ക് ഗുണമുള്ളൂ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാതെ കണ്ട് അവരെ പറ്റിച്ച് 100 രൂപ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷഫലം നമ്മൾ ആലോചിച്ച് നോക്കും. എന്ന ഗീതാവചനം സ്മരണീയം എന്ന് പറഞ്ഞു. ഞാനവിടെ നിർത്തുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.